രാജാവിന്റെ തോളിലേറി ജയിച്ചു കയറി ആർ സി ബിക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് വിരാട് കോഹ്ലിയാണ്. ഇന്നും വന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ കുർണൽ പാണ്ഡ്യ ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തു. ആ സ്പാർക്ക് ഇന്ന് വിരാട് കോഹ്ലി ഏറ്റെടുക്കുന്നു. ചേസ് മാസ്റ്ററിന്റെ മാസ്മരികമായ ഒരു ചേസ്, ഈസി ആയിട്ട് വരുന്ന മത്സരം ചേസ് ചെയ്യുന്നു. 2 പോയിന്റ് എടുക്കുന്നു. പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ 1ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇനി 2 കളിയിൽ ഏതെങ്കിലും ഒരു കളി ജയിക്കുകയാണെങ്കിൽ ടോപ്പ് 2 ഉറപ്പിക്കാം. 2 കളിയുണ്ട്, ഇനിയിപ്പോൾ വലിയ ടെൻഷനും ഇല്ല. ഈസി ആയിട്ട് 2 കളിയിൽ ഏതെങ്കിലും ഒരു മത്സരം തൂക്കിക്കഴിഞ്ഞാൽ ആർ സി ബിക്ക് എന്തായാലും ടോപ്പ് 2 ഉറപ്പിക്കാം. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. 2 കളിയിൽ ഡക്കായിരുന്നു ആ മനുഷ്യൻ. ഇന്ന് വന്നിട്ട് അവിടെ ഫസ്റ്റ് ബോൾ സിംഗിൾ എടുക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ട് കൂളായിട്ട് വന്നിട്ട് മത്സരത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് കയറിപ്പോകുന്നു ചേസ് മാസ്റ്റർ. ഒരു ചാൻസ് കിട്ടിയായിരുന്നു KKRന് 22 റൺസിൽ ഒരു കിടില ഒരു ചാൻസ് കിട്ടി. പിന്നെ KKR ഒരിക്കലും ഈ മാച്ചിലോട് തിരിച്ചു വരാൻ ഒരു വിധത്തിലുള്ള യോഗ്യതയില്ല. അത് ഇന്ന് തെളിയിച്ചു. ദേവത് പടിക്കലിന്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, KKR കൊണ്ട് കളഞ്ഞു. അജിങ്ക്യ രഹാനെ കഷ്ടപ്പെട്ട് ഒരു ക്യാച്ച് എടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം കൈ കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഒരു ക്യാച്ച് എടുക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ മനീഷ് പാണ്ഡെ ഒന്ന് എടുത്ത ഒരു കിടിലൻ ക്യാച്ച്, ടിം ഡേവിഡിന്റെ, അത് ഒറ്റ കൈ കൊണ്ട് എടുത്ത ആ ഒരു ക്യാച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നു. ഇവിടെ പറയാൻ വന്നത് 2 ക്യാച്ചസ് കൊണ്ട് കളഞ്ഞു. 90 റൺസിന്റെ പാർട്ണർഷിപ്പ് നോക്കുവാണെങ്കിൽ ദേവത് പടിക്കലും വിരാട് കോഹ്ലിയും കൂടെ ചേർന്ന് അവിടെ കണ്ടെത്തുന്നു. ഈസി ആയിട്ട് മത്സരത്തെ അവർ വിജയിപ്പിക്കുന്നു. 5 ബോൾ ശേഷിക്കെ വന്ന് മത്സരം വിജയിക്കുന്നു. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ ആ ഒരു ക്ലാസിക് ബാറ്റിംഗ് ആണ് കഴിഞ്ഞു. ലെഗ് സൈഡിലാണ് നോക്കുവാണെങ്കിൽ കൂടുതൽ സ്കോർ കണ്ടെത്തി. സ്ക്വയർ ലെഗിലൂടെ മിഡ് വിക്കറ്റിന്റെ മണ്ടയിലൂടെയൊക്കെ ഒന്ന് മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. ഒരു ഫ്ലിക്ക് ഷോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് 11 4ഉം 3 6ഉം അടിച്ചത്. 175 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് കിടിലൻ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു വിരാട് കോഹ്ലി. ദേവത് പടിക്കൽ നോക്കുവാണെങ്കിൽ ഒരു സപ്പോർട്ടീവായ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. ഒരു പാർട്ണർഷിപ്പ് നോക്കുവാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പായിരുന്നു അവിടെ കണ്ടെത്തിയത്. പക്ഷേ ആർ സി ബി ടീമിലോട്ട് വരുവാണെങ്കിൽ കൺസേൺസ് അവിടെ ഉണ്ട്. ജേക്കബ് ബദേൽ എന്ന് പറയുന്നത് ഒരു ബിഗ് കൺസേൺ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഫിലിപ്പ് സാൾട്ടിന് ശേഷം നോക്കുവാണെങ്കിൽ ജേക്കബ് ബദേലിനെ ടീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എക്സ് ക്രിക്കറ്റർമാർ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ക്രിക്കറ്റർമാർ കിടന്ന് കരയുമായിരുന്നു. ടീമിലേക്ക് വരുന്നു, ആ ഒരു ഫോമില്ല. നോക്കുവാണെങ്കിൽ ആർ സി ബിക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്നു ജേക്കബ് ബദേൽ. എൻ്റെ അഭിപ്രായത്തിൽ ജേക്കബ് ബദേലിനെ ഒരു നമ്പർ 5 നമ്പർ 6 ഒക്കെ കളിപ്പിച്ചിട്ട് ദേവത് പടിക്കൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അല്പം കൂടെ നല്ലത്. ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് കിട്ടും. നോക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രാ പ്രഷർ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ മണ്ടയിലേക്ക് വരത്തില്ല. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അവിടെ ഒരു ക്യാച്ചിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് എടുത്തിരുന്നെങ്കിൽ ഈ മാച്ചിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. സോ ജേക്കബ് ബദേൽ ഒരു പ്രഷർ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ മണ്ടയിൽ കൊടുക്കുന്നുണ്ട്. ദേവത് പടിക്കലിനെ ഓപ്പണിങ്ങിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്പർ 6ലോ താഴോട്ടോ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കുമോ എന്നുള്ളത് ആർ സി ബി പരിശോധിക്കുമായിരിക്കാം. അതുപോലെ തന്നെ രച്ചിത് പട്ടിദാർ നോക്കുവാണെങ്കിൽ ഈ സീസണിനകത്ത് 3 കളിയോളം സ്പിന്നർമാർ മുമ്പിൽ വീഴുന്നു. സ്പിന്നർമാർക്കെതിരെ നല്ല റെക്കോർഡുള്ള, നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള രച്ചിത് പട്ടിദാർ സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴത്തേന് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ആ ഒരു ഡിപ്പിലോട്ട് പോകുന്നു. കഴിഞ്ഞ സീസണിൽ നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ കളിച്ചു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേന് ഒന്ന് പതുങ്ങുന്നതായിട്ട് കണ്ടു. അതേപോലെ രച്ചിത് പട്ടിദാർ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേന് പതുങ്ങുന്നു. സ്പിന്നർമാർക്കെതിരെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. ജിതീഷ് ശർമ്മ നമുക്കറിയാം, ആൾറെഡി ഫോമിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ് ജിതീഷ് ശർമ്മ. സോ ആർ സി ബിയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ദേവത് പടിക്കലിനെ ആശ്രയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കുർണൽ പാണ്ഡ്യ വന്നൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ട് വരുന്നു. സോ ഇനിയുള്ള മത്സരങ്ങളിനകത്ത് പ്ലേ ഓഫിനകത്തോട്ട് എത്തുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ ഒരു ഫോം തീർച്ചയായിട്ടും ഈ ടീമിന് ആവശ്യം തന്നെ ആയിരിക്കും. നല്ല നല്ല ടീമിനെതിരെ കളിക്കുകയാണെങ്കിൽ. ഇന്ന് KKRന്റെ ബോളിംഗ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. നോക്കുവാണെങ്കിൽ എല്ലാം ലെഗ് സൈഡിൽ ഇട്ട് കൊടുക്കുമായിരുന്നു പാഡിനകത്ത്. അത് ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് റൺസ് കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു രീതിയിലുള്ള ഒരു ചലഞ്ച് നോക്കുവാണെങ്കിൽ KKRന്റെ ബോളർമാർ കൊണ്ടുവന്നതില്ല. ആദ്യത്തെ ഓവർ മാത്രം ഉള്ളൂ അല്പം ഒന്ന് ചലഞ്ച് ചെയ്തത്. ബാക്കി എല്ലാ ഓവറിനകത്തും റൺസ് വന്നു. KKR കൊണ്ട് കൊടുക്കുന്ന എക്സ്ട്രാ 14 റൺസ്, അതിൽ 10 വൈഡാണ്. 192 പോലുള്ളൊരു സ്കോർ എടുത്തു വെച്ചിട്ട് ആൾറെഡി 20 റൺസോളം ഷോർട്ടാണ്. അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമെന്ന് കണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആർ സി ബിയുടെ ബോളിംഗ് എടുത്ത് പറയണം. ഭുവനേശ്വർ കുമാറിൻ്റെയും ജോഷ് ഹേസിൽവുഡിൻ്റെയും റസിക് സലാമിൻ്റെ അവസാനത്തെ 5 ഓവറിനകത്ത് ഇവർ വിട്ടുകൊടുത്ത കേവലം 51 റൺസാണ്. ബ്രില്യൻ്റ് ആയിട്ട് വന്നിട്ട് റൺസ് കൺട്രോൾ ചെയ്തു. അവിടെ നോക്കുവാണെങ്കിൽ രഘുവംശിയും റിങ്കു സിംഗും നോക്കുവാണെങ്കിൽ നല്ല ടച്ചിലായിരുന്നു. പക്ഷെ ഒരു ഇൻറ്റൻറ്റ് ഇല്ലായിരുന്നു. എല്ലാ ഓവറും നോക്കുവാണെങ്കിൽ 9 റൺസ് 10 റൺസ് 9 റൺസ് 10 റൺസ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചാൽ മതി എന്നുള്ളൊരു ഇൻറ്റൻറ്റിൽ വന്ന് കളിക്കുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ഒരു ഇൻറ്റൻറ്റ് നോക്കുവാണെങ്കിൽ രഘുവംശയുടെ ബാറ്റ് ചെയ്ത് കണ്ടില്ല. നോക്കുവാണെങ്കിൽ 46 ബോളിൽ നിന്ന് 71 റൺസ് ഉണ്ട്. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുവാണെങ്കിൽ 154. വിക്കറ്റ് കയ്യിലുണ്ട്. റോമൻ പവാലിനെ കൂട്ടൊരു പ്ലെയർ വരാനുണ്ട്. പക്ഷേ അവിടെ വളരെ സ്ലോ ആയിട്ട് കളിച്ചു. ഒരു 20 റൺസോളം ഷോർട്ടായിരുന്നു. ഒരു 20 റൺസോളം എക്സ്ട്രാ ഉണ്ടായിരുന്നു. മേ ബി ഈ മാച്ചിൻ്റെ റിസൾട്ട് മറ്റൊന്നായി പോയത്. നല്ല ടച്ച് ചെയ്ത് നിൽക്കുന്ന പ്ലെയർ അവിടെ വന്നിട്ട് സ്ലോ ആയി. അതുപോലെ തന്നെ റിങ്കു സിംഗ് നോക്കുവാണെങ്കിൽ
തരക്കേടില്ലാതെ കളിച്ചു, ബെറ്ററായിട്ട് കളിച്ചു. രഘുവംശി അപേക്ഷിച്ച് 29 ബോളിൽ നിന്ന് 49 റൺസ് എടുക്കുന്നു, 168 സ്ട്രൈക്ക് റേറ്റിൽ വന്ന് കളിച്ചു. പക്ഷേ രഘുവംശിയുടെ എന്ന് ആ ഒരു തരത്തിലുള്ള ഒരു ഇന്നിങ്സ് വന്നില്ല അവിടെ. കേവലം 9-10 റൺ റേറ്റിലാണ് KKR വന്ന് കളി. അതുകൊണ്ട് നിന്ന് KKR നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കേണ്ടതായിരുന്നു. എന്ത് പറഞ്ഞാലും വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കേണ്ടതായിരുന്നു. സുനിൽ നാരായണ വന്നിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു. നല്ലൊരു മാച്ചപ്പ് ഒക്കെ ഉണ്ടായിരുന്നു വരുൺ ചക്രവർത്തിയുടെ. സോ കളിപ്പിക്കേണ്ടതായിരുന്നു, അവർ കളിപ്പിച്ചില്ല. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് അവർക്ക് കിട്ടിയത്. പിന്നെ KKRനെ സംബന്ധിച്ചിടത്തോളം ആൾമോസ്റ്റ് ഈ സീസൺ എന്തായാലും അസ്തമിച്ചു. ഫിന്നെല്ലാം നോക്കുവാണെങ്കിൽ ഒരു കളി അപേക്ഷിച്ച് ബാക്കിയുള്ള കളിയിൽ ആ ഒരു പെർഫോമൻസ് വരുന്നില്ല. ക്യാമറൺ ഗ്രീൻ ഇന്ന് നോക്കുവാണെങ്കിൽ കേവലം 133 സ്ട്രൈക്ക് റേറ്റിലാണ് വന്ന് കളിച്ചത്. എന്താണോ ആ ഒരു 25 കോടിക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയതേ ഇല്ല. പലരും പറഞ്ഞു എടുക്കരുതേ എന്ന് പറഞ്ഞു. അതേ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. പൈസ വെറുതെ ആയിപ്പോയി. ബാറ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ 24 ബോളിൽ നിന്ന് 32 റൺസ്. ബോളിംഗ് നോക്കുവാണെങ്കിൽ 2 ഓവറിനകത്ത് 22 റൺസ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 11. RCBയുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ജേക്കബ് ഡുഫി ഇന്ന് ടീമിലേക്ക് വന്നായിരുന്നു. ജേക്കബ് ഡുഫി മാത്രമേ ഉള്ളായിരുന്നു ഇച്ചിരി എക്സ്പെൻസീവ് ആയി പോയത്. 10 റൺസിൽ മേളിൽ വഴങ്ങി. ബാക്കിയുള്ളവരൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 9 റൺസിൽ താഴെയായിരുന്നു അവരുടെ എക്കണോമി. ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 20-25 റൺസ് RCBയുടെ ബോളർമാർ സേവ് ചെയ്തു. അതാണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ട്. 2 പോയിന്റ് നേടി പോയിന്റ് ടേബിൾ 1-ാം സ്ഥാനത്തെത്താൻ RCBക്ക് കഴിഞ്ഞത്.